ഈ ശബരിമല വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ആവർത്തിക്കാനുള്ളത്. നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ, ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും. കുറ്റവാളികൾ ആരായിരുന്നാലും ശരി, അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു, കുറച്ച് കാത്തിരിക്കാൻ പറഞ്ഞു. ഹൈക്കോടതി 16 ആഴ്ചയോ 13 ആഴ്ചയോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞല്ലോ. അതെ, അത്രയും സമയം നിങ്ങളൊന്ന് കാത്തിരിക്കൂ, ഒന്ന് ക്ഷമ കാണിക്കൂ. ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല. മന്ത്രി അറിയിക്കാറില്ല. മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫയലും വരാറില്ല. ഈ ദേവസ്വം ബോർഡ് മാത്രമല്ല, കേരളത്തിലെ 5 ദേവസ്വം ബോർഡുകളുടെയും ഒരു ഫയലും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളിങ്ങനെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ഫയൽ ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരണ്ടേ? ദേവസ്വം ബോർഡിൻ്റെ ഒരു 5 ഉറുപ്പിക ചിലവാക്കുന്ന ഒരു ഫയലെങ്കിലും വരണ്ടേ? ഒരു ഫയലും വരുന്നില്ല. അതാണ് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഭരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന തീരുമാനത്തിന് അവസാനം അടിയിൽ മന്ത്രി ഒപ്പിടുന്നത് പോലെ ഒരു ദേവസ്വത്തിൻ്റെ ഫയലിലും മന്ത്രി ഒപ്പിടേണ്ട കാര്യമില്ല. ഒരു ഫയലും ദേവസ്വം മന്ത്രി അടുക്കലേക്ക് അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ്. അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ നിരീക്ഷിക്കാനായിട്ട് ഹൈക്കോടതിയുണ്ട്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുണ്ട്. ആ ബെഞ്ചിലേക്കാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നത്. ഗവൺമെൻറ്റിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. സർക്കാരിൻ്റെ ഒരൊറ്റ കാര്യമേ അതിനകത്ത് ചെയ്യാനുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുക, ഏറ്റവും നല്ല നിലയിൽ നടത്തുക, ഒരു പോരായ്മയും വരാത്ത തരത്തിൽ ഭംഗിയായിട്ട് നടത്തുക. ഇത് മാത്രമേ യഥാർത്ഥത്തിൽ സർക്കാരിന് ചെയ്യേണ്ട കാര്യമുള്ളൂ. സർക്കാരത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്, ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പം വരുന്നില്ല. നിങ്ങൾ തന്നെ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും, മകരവിളക്ക് കഴിയുമ്പോഴും, ഇവിടെ ആറ്റുകാലമ്പലത്തിലെ ഉത്സവം കഴിയുമ്പോഴും നിങ്ങൾ തന്നെ പറയാറുണ്ട്. ആ ഒരു ദിവസം നിങ്ങൾ പറയുള്ളൂ, പിറ്റേ ദിവസം നിങ്ങൾ പറയുകയില്ല, അതറിയാം. പക്ഷേ ആ ഒരു ദിവസം നിങ്ങൾ പറയും ഗംഭീരമായിരുന്നു, പിന്നെ ഇപ്രാവശ്യത്തെ മണ്ഡലകാലം വളരെ ഉജ്ജ്വലമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയും. പിന്നെ നിങ്ങൾ പറയില്ല. അത് അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ പ്രോജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ഉത്സവങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്ന ആ ദൗത്യം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. പിന്നെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്, ഈ 2 ഗവൺമെൻറ്റുകളും നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അമ്പലം പണിയാനല്ല, അമ്പലത്തിലെത്തുന്നതായിട്ടുള്ള ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും. ഇപ്പോൾ അപ്പുറത്തോട്ട് നിങ്ങളെല്ലാം വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഈ മഹാദേവ ക്ഷേത്രം വരെ ഒന്ന് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടുന്ന് ഒരു 2-3 മിനിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം. അവിടെ 1.5 കോടി രൂപയുടെ ഒരു മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട്. 10 കോടിയുടെ വേറൊരു പ്രോജക്റ്റ് അവിടെ പൂർത്തീകരിച്ച് 99.99% പൂർത്തീകരിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം നിങ്ങൾ. അതാണ് ഈ ഗവൺമെൻറ്. ഇടത്താവളം. പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് കേരളത്തിലെ 10 ഇടത്താവള പദ്ധതി എന്ന് പറയുന്നത്. അതിലൊന്ന് ഈ കഴക്കൂട്ടത്തെ മഹാദേവ ക്ഷേത്രത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊന്ന് കണ്ട് അതിൻ്റെ കൂടെ വിഷ്വൽസ് എടുത്ത് ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കാണിച്ചാൽ വലിയ ഉപകാരമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരു സന്തോഷമായിരിക്കും. അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് പോകണം കേട്ടോ.